വലിയ ജയഘോഷം കഴിഞ്ഞേച്ച് ഫറവോനൊക്കെ ചെങ്കടൽ മുക്കി കളഞ്ഞിട്ട് ഇസ്രായേൽ ജനം ജയത്തിന്റെ ഘോഷവും പാടി കടന്നു വരുമ്പോൾ അവർക്ക് മാറയുടെ അവിടെ വെച്ച് വെള്ളത്തിന് തകിച്ചു. വെള്ളത്തിന് തകിച്ചപ്പോൾ അവർ തോടോ എന്തോ കണ്ടു. അവർ ഓടിച്ചെന്നു. വെള്ളം കുടിച്ചേറി അവർക്ക് കയ്പ് തോന്നി. പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശ കൊണ്ട് ആ തടാകത്തിന്റെ അടുത്തിലെത്തി പ്രതീക്ഷയോടെ ദാഹം തീർക്കാൻ വേണ്ടി കുടിച്ചപ്പോൾ അത് അവർ കയ്പായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് മധുരമാകുന്നില്ല. മനസ്സിലാക്കണം, നാം പ്രതീക്ഷയോടെ ചെല്ലുന്ന ഇടങ്ങളൊക്കെ നമുക്ക് മധുരമായി തീരണമെന്നില്ല. ചില കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയാലും ഭാരപ്പെടേണ്ട, അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനിടയാകും. അത് ഹന്നയോട് ചോദിച്ചാൽ ഹന്ന കൃത്യമായി പറയും. വീട്ടിനകത്ത് ഇരിക്കാൻ കഴിയാതെ വീട്ടിനകത്ത് കയ്പിന്റെ അനുഭവം വന്നപ്പോൾ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദേവാലയത്തിൽ ചെന്ന ഹന്നയ്ക്ക് കിട്ടിയത്, അവിടെ കിട്ടിയത് മധുരത്തിന്റെ അനുഭവമല്ല, കയ്പിന്റെ അനുഭവമായിരുന്നു. എന്നാൽ അവിടെ നിന്നുകൊണ്ട് അന്ന തിരിച്ചു പോന്നില്ല. ആ കയ്പിന്റെ അനുഭവം കിട്ടിക്കൊണ്ട് അന്ന ദേവാലയം വിട്ടു പോയില്ല. അന്ന അവിടെ പിടിച്ചിരുന്ന് കരയാൻ തുടങ്ങി. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കയ്പിന്റെ അനുഭവം മധുരത്തിന്റെ അനുഭവമാക്കി മാറ്റി ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇപ്പൊ നിങ്ങൾ കയ്പിന്റെ അനുഭവത്തിൽ കൂടെയാണോ കടന്നു പോകുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. കുറച്ചു നേരം കാത്തിരുന്നോ, അത് മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനം കയ്പെന്ന് പറഞ്ഞപ്പോ മോശയുടെ നേരെ പിറുപിറുത്തു. ഇസ്രായേൽ ജനം ഒന്നടക്കങ്ങ് പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവമേ, യാത്ര തുടങ്ങിയ സമയം മുതലേ ഇത് തന്നെയാ മോശ കേൾക്കുന്നത്, പിറുപിറുപ്പ്. ചെങ്കടലിന് മുന്നിൽ വന്നപ്പോഴും പിറുപിറുപ്പ് തന്നെയായിരുന്നു. ഇതേ വെള്ളം കിട്ടുന്നില്ല എന്ന് പിറുപിറുപ്പ്. ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവമേ, ഈ ഇസ്രായേൽ ജനത്തിന് കുടിപ്പാൻ വെള്ളം ഉണ്ടെങ്കിലും അത് കയ്പാണ്. അപ്പൊ ഇസ്രായേൽ ദൈവം പറഞ്ഞ കാര്യമുണ്ട്, ആ നദി തടാകത്തിനകത്ത് അതിന്റെ അടുത്ത് നിൽക്കുന്ന വൃക്ഷം നീ വെട്ടി അതിന്റെ കൊമ്പ് വെട്ടി ഇതിനകത്ത് ഇടണം. എന്നെ തൊട്ടുണർത്തിയ ദൈവാത്മാ ചിന്തയുണ്ട്. എന്റെ ഭാവനയാണ്, അതിന്റെ ഭാവനയാണ്. അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടില്ല, എന്റെ ഭാവനയാ. ഈ നദിക്കരയ്ക്കകത്ത് നിൽക്കുന്ന വൃക്ഷത്തിന് കുറച്ച് പറയാനുണ്ട്. എന്താണെന്നറിയാമോ വൃക്ഷത്തിന് പറയാനുള്ളത്? അത് ഉണ്ടായ സമയം മുതൽ ഈ കയ്പ് വെള്ളം കുടിച്ചാണ് ഇത് വളരുന്നത്. കയ്പ് വെള്ളം കുടിച്ചാണ് വളരുന്നത്. എന്റെ ഭാവനയാണ്, പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. കയ്പ് വെള്ളം കുടിച്ചാണ് ഈ വൃക്ഷം വളരുന്നത്. ആ വൃക്ഷത്തിന് മുമ്പിൽ മോശം കോടാലിയായിട്ട് നിൽക്കുക, ഇതിന്റെ കൊമ്പ് വെട്ടാൻ വേണ്ടി. അപ്പൊ വൃക്ഷം പറയുന്നുണ്ട്, ഞാൻ ജനിച്ച സമയം മുതൽ ഈ കഷ്ടതയുടെ കയ്പ് നീര് കുടിച്ച ഞാൻ വളരുന്നത്. ഞാൻ പ്രതീക്ഷ വെച്ച, ഞാൻ ആശ്രയം വെച്ച എന്റെ നല്ല കായുണ്ടാവുന്ന നല്ല പൂവുണ്ടാവുന്ന കൊമ്പ് എന്തിനു വെട്ടണമെന്നൊക്കെ ആ മരം ചോദിച്ചു കാണും. ഹല്ലേലൂയ, ഞാൻ പ്രതീക്ഷ വെച്ച എന്റെ കൊമ്പ്, ഞാൻ നല്ല ഫലം കായ്ക്കുന്ന കൊമ്പ്, നല്ല പൂവിടുന്ന കൊമ്പ് എന്തിനു മോശ വെട്ടുന്നത്? എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കഷ്ടതയുടെ അപ്പുറം കഷ്ടതയുമായി തിരമാലയുടെ തിരമാല പിന്നാലെ വരുന്നത് പോലെ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്ക ഓർത്തോണം, ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ടെന്ന്. അമ്മേ, ആ കൊമ്പ് വെട്ടുമ്പോ മരം പറയും, ഞാൻ പ്രതീക്ഷ വെച്ച കൊമ്പായിരുന്നു, എനിക്കതിൽ പ്രത്യാശ ഉണ്ടായിരുന്നു, നല്ല ഫലങ്ങൾ ഉണ്ടാവുന്ന കൊമ്പായിരുന്നു, നല്ല പൂ ഉണ്ടാവുന്ന കൊമ്പായിരുന്നു. എന്തിനാ മോശ വെട്ടിയത്? മോശയ്ക്ക് ഒന്ന് പറയാനുണ്ട്, ഇപ്പോൾ നീ വെട്ടിയ അനുഭവമാണെങ്കിലും ഇപ്പോൾ നീ നീറുന്ന അനുഭവമാണെങ്കിലും അത് പിന്നറ്റതിനൊക്കെ നന്മയ്ക്കായി തിരുവാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, പ്രതീക്ഷ വെച്ച ചില സാധനങ്ങൾ, പ്രതീക്ഷ വെച്ചത് പലതും നമ്മെ നഷ്ടപ്പെട്ടു പോകുമ്പോ, കഷ്ടതയുടെ നടുവിൽ, നീറുന്ന വേദനയുടെ നടുവിൽ നാം പ്രതീക്ഷ വെച്ചതൊക്കെ നമ്മൾ അകന്നു മാറുമ്പോ ആ മരം ചോദിക്കുന്നത് പോലെ, എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? എന്തിനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാനൊരു ദ്രോഹമാർക്കും ചെയ്തിട്ടില്ലല്ലോ, ഈ കഷ്ടത എന്തുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് മാറുന്നില്ലല്ലോ എന്നെല്ലാം ചോദിക്കുന്ന ദൈവ പൈതലേ, ഒന്നിന്റെ പിറകെ ഒന്നൊന്നായി പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കയറി വരുമ്പോ ഓർത്തോണം, ഈ മാറയെ മധുരമാക്കണമെങ്കിൽ ചിലത് നഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ, ചിലത് നമ്മുടെ കൈ നീങ്ങിയാലേ പറ്റത്തുള്ളൂ. അത് ഇയ്യോബിനോട് ചോദിച്ച ഇയ്യോബ് പറയും, എന്റെ പൊന്നു ദൈവദാസ, സകല സമ്പത്തും സ്വത്തും എനിക്ക് ഉണ്ടായിരുന്നു, എന്നാൽ മണിക്കൂറുകൾ ഇടപെട്ട് തന്നെ മൃഗസമ്പത്ത് പോയി, ദാസിദാസന്മാര് പോയി, എന്തിനേറെ പറയണോ, എന്റെ മക്കളും എന്നെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ പ്രതീക്ഷ വെച്ച, ഞാൻ ആശ്രയം വെച്ച എന്റെ തലമുറകൾ എന്നിൽ നിന്ന് മാറിപ്പോയി. എന്തിനേറെ പറയണം, ഈ കഷ്ടതയുടെ അപ്പുറത്തേക്കും എന്റെ ശരീരത്തിനകത്ത് കഷ്ടത വന്നു, എന്നിട്ട് ഞാൻ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. കാരണമുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു. എന്നെ കേൾക്കുന്ന ദൈവ പൈതൽ
ദൂത് കൈമാറാ. നാം പ്രതീക്ഷിച്ചത് പലതും നമ്മെ നഷ്ടപ്പെട്ടു പോകുമ്പോഴും, നാം പ്രതീക്ഷിച്ചത് പലതും നമ്മൾ കൈവിട്ടു പോകുമ്പോഴും, എന്തിനാ കർത്താവെ പ്രതികൂലത്തിന്മേലെ പ്രതികൂലം തരുന്നത്? ഇന്നലെ രാത്രി വരെ ചോദിച്ചില്ലേ? അതിന്റെ ഉത്തരം മണിക്കൂറുകൾക്ക് അപ്പുറം ദൈവം തരുമെന്നുള്ളൊരു വിശ്വാസമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്തോട്ടെ. കാരണം യോബിന്റെ ജീവിതത്തിൽ ഒന്നൊന്നായി നഷ്ടപ്പെടുമ്പോഴും ഇതേ അനുഭവം തന്നെ ആ മരത്തിനും പറയാനുള്ളത്. ഹല്ലേലൂയ. കയ്പിന്റെ നീര് കുടിച്ച് വളരുന്ന മരത്തിന്റെ നടുവിലേക്ക് മോശ വന്ന കമ്പ് വെട്ടുമ്പോഴും മരത്തിനും പറയാനുണ്ട്, ജനിച്ച സമയം മുതൽ, ഞാൻ ഭൂമിയിൽ പിറന്ന സമയം മുതൽ കഷ്ടത മാത്രമേ എന്റെ ജീവിതത്തിൽ സ്വത്തുണ്ടായിരുന്നുള്ളൂ. അത് പോരാഞ്ഞിട്ട് ഇതെന്റെ ശിഖരം വെട്ടിക്കൊണ്ടു പോകുന്നു. മോശ പറയും, എന്റെ പൊന്നു മരമേ, ഇന്ന് ഞാൻ എന്നെ വെട്ടിയതാ നിന്നെ തകർത്തി കളയാനല്ല. ഇത്ര നാൾ നീ കുടിച്ച കയ്പിനെ മധുരമാക്കുവാൻ നീ വില കൊടുത്തേ പറ്റൂ. ആരോടോ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് കൈമാറുന്നു. ചിലപ്പോഴൊക്കെ വില കൊടുക്കേണ്ടത് എന്തിനെന്നറിയാമോ? നമ്മുടെ കയ്പ് മാറാൻ വേണ്ടിയാ, നമ്മുടെ പ്രതികൂലം മാറാൻ വേണ്ടിയാ ചിലപ്പോഴൊക്കെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരിക. നിങ്ങൾ നോക്കണമേ, ആ മരക്കമ്പ്, ആ മരത്തിന്റെ കൊമ്പ് മാറയ്ക്കകത്തിട്ടപ്പോൾ ഇത്ര നേരം കയ്പുണ്ടായിരുന്ന മാറ അത് മധുരമായി തീർന്നു. എനിക്ക് ആ മരത്തിനോടൊന്ന് പറയാനുണ്ട്. ഇപ്പോ മനസ്സിലായോ മരമേ, എന്തിനാ നിന്നെ മുറിച്ചത്, എന്തിനാ നിന്നെ തകർത്തത്? നിനക്ക് മാത്രമല്ല, നിന്നെ കൂടെ ഇരിക്കുന്നവർക്ക് അനുഗ്രഹമായി മാറാൻ പോകുകയാ. അത് പത്രോസ് പറയാം, മീൻ പിടിച്ച് മീൻ കിട്ടാതെ പടക് കരയ്ക്കകത്ത് അടുപ്പിച്ചപ്പോൾ, ഒന്നും കിട്ടാതെ അടുപ്പിച്ചപ്പോൾ വിഷമത്തോടിരുന്ന പത്രോസിന്റെ പടകിൽ യേശു വന്ന് പടക് ആഴത്തിലേക്ക് നീക്കിയപ്പോ പെരുത്ത മീൻ കുട്ടത്തെ കിട്ടി. അതിന് കൂടെ സഞ്ചരിച്ച ചെറു പടകും നിറഞ്ഞു. വേദനിച്ചത് പത്രോസ് ആണെങ്കിലും തന്റെ കൂടെ വന്ന ഒരു ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് നമ്മെ മുറിച്ചത്, ഇന്ന് നമുക്ക് കഷ്ടത തന്നത് നമുക്ക് മാത്രം ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ കൂടെ ഉള്ളവരും ദൈവം മാനിക്കാനിടയാകോ. ഇന്ന് പകൽ നീ വില കൊടുത്തെങ്കിൽ ഭാരപ്പെടേണ്ട. നിന്ന കുടുംബത്തെ മാത്രമല്ല, നീ മുഖാന്തരം അനേക കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ പാത്രമായി തീർക്കുക എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനാണ് നിന്നെ ചിലപ്പോൾ തകർത്തു വിടുന്നത്. ഇയ്യോബിനോട് ചോദിക്കും, ഇയ്യോബ് പറയും, എന്റെ ജീവിതത്തിൽ വന്ന കഷ്ടത, എന്റെ ജീവിതത്തിൽ പ്രതികൂലം, എന്റെ ജീവിതത്തിൽ നിന്ന അത് എന്റെ ജീവിതത്തിനകത്ത് 42-ാം ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 12 മുതൽ താഴോട്ട് നിങ്ങൾ വായിക്കണം. ഞാൻ നിർത്താൻ പോകുകയാ, താഴോട്ട് വായിക്കണം. അവിടെ കാണിച്ചിട്ടുണ്ട്, കഴിഞ്ഞത്തേക്കാടെ ഇരട്ടിയായി ഇയ്യോബിന് ദൈവം കൊടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഒരു ദൂത് ഞാൻ കൈമാറുന്നു. ഇന്ന് നീ സഹിച്ച വേദന, ഇന്ന് സഹിച്ച കഷ്ടത നീ ഭാരപ്പെടേണ്ട. പിന്നത്തെ നിനക്ക് അനുഗ്രഹമായി തീർക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഞായറാഴ്ച പകൽക്കാലം ദൂത് കൈമാറുകയാണ്. ഇന്ന് നീ സഹിച്ച വേദന, ഇന്ന് നീ സഹിച്ച കഷ്ടത നിന്നെ തകർത്തി കളയാനല്ല, നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ അതിനൊന്ന് ചെയ്താൽ മതി. ഈ കഷ്ടതയുടെ നടുവിൽ ഒന്ന് വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ തല കുനിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗത്തിന് ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.